ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രഞ്ജു അക്കാഡമി യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ ഈസിയും ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കി നോക്കിയാലോ. അതാണ് നമ്മുടെ ബീഫ് ബിന്ദാലു തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 കിലോ ബീഫ് വേണം. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതുപോലെ മുഴുവൻ മസാലകളായിട്ടുള്ള പട്ട, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, കുറച്ച് കടുക് നമ്മൾ വെള്ളത്തിൽ നേരത്തെ കുതിർക്കാൻ വെച്ചേക്കണം. ഇതെല്ലാം നമുക്ക് മിക്സിഡ് ജാറിലൊന്ന് അടിച്ചെടുക്കണം. ആദ്യം മസാലക്കൂട്ടുകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കടുക് കുതിരാൻ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂണോളം നോർമൽ മുളക് പൊടിയും 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 3 ടീസ്പൂണോളം കടുകിൻ്റെ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. നമ്മുടെ കള്ളും ചുരക്കയാണ് കേട്ടോ, ഡയറക്റ്റ്ലി നമുക്ക് തെങ്ങിൽ നിന്ന് കിട്ടുന്ന കള്ളും ചുരക്കയാണ്. ഇതൊരു 2-3 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർക്കാം. ഈ ചൊറുക്കയാണ് നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഫിൻ്റെ കഷ്ണങ്ങളും ഈ ചാറും ഒക്കെ നമ്മൾ ഈ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വിസിലേൽപ്പിച്ചെടുക്കണം. ഒരു 6-7 വിസിൽ നമ്മൾ നന്നായിട്ട് കേൾപ്പിച്ച് നന്നായിട്ട് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും നമുക്ക്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് വേറെ കൂട്ടൊന്നുമില്ല. സവോള, കറിവേപ്പില ഇത് നന്നായിട്ട് മൂക്കി വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. അത്യാവശ്യം ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി നന്നായിട്ടൊന്ന് പൊടികളുടെ മണമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബിന്ദാലുവിൻ്റെ കഷ്ണവും ചാറും നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അടിയെ നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. ഇത് ചാറൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ തലപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കറിക്ക് ടേസ്റ്റ് അല്പം കൂടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് ബിന്ദാലു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. താങ്ക് യു സോ മച്ച്.